കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കർത്താവിൽ ആശ്രയിച്ച് തിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 13-ാമത് വാക്യം. ദൂതൻ അവനോട് പറഞ്ഞത്, സക്കറിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിശബത്ത് നിനക്ക് മകനെ പ്രസവിക്കും. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യും. നമ്മുടെ എല്ലാവരുടെയും നമുക്കെല്ലാവർക്കും പരിചയമായൊരു വാക്യമാണ് അല്ലേ? സക്കറിയാവെന്ന മഹാപുരോഹിതൻ സ്തോത്രമാലയത്തിൽ ധൂപം കത്തിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ധൂപത്തിൻ്റെ വലത്തു ഭാഗത്തായിട്ട് ദൂതൻ പ്രത്യക്ഷനായിട്ട് പറയുകയാണ്, സക്കറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിശബത്ത് ഒരു മകനെ നിനക്ക് വേണ്ടി പ്രസവിക്കും എന്ന് പറയുന്ന അനുഗ്രഹീതമായൊരു ചിന്ത. നിങ്ങൾ ശ്രദ്ധിക്കണം. അതിന് മുമ്പിലോട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ വായിച്ചു വരുന്ന സമയത്ത് അബിയാക്കൂറിൽ സ്തോത്രം പുരോഹിത ശുശ്രൂഷ ചെയ്തു വന്നൊരു മനുഷ്യനാണ് സക്കറിയാവ്. എന്നാൽ എലിസബത്തിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവർ അഹരോൻ്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അപ്പോൾ രണ്ടുപേർക്കും ഒരു സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ തന്നെ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും ദൈവകൽപ്പനകളെ സംബന്ധിച്ച് കുറ്റമില്ലാത്തവരുമായിരുന്നു. അപ്പോൾ അർത്ഥം, ഒന്ന് നീതിയുള്ളവരായിരുന്നു, രണ്ട് ദൈവകൽപ്പനകളെ അതേപടി പ്രമാണിച്ച രണ്ട് വ്യക്തികളായിരുന്നു സ്തോത്രം ഈ സക്കറിയാവും അപ്പോൾ തന്നെ ഭാര്യയായ എലിസബത്ത്. ഒരു നല്ല ആത്മീക അടിസ്ഥാനമുള്ള ഒരു കുടുംബം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ഇന്നത്തെ തലമുറയിൽ ഒരുപക്ഷെ അപ്പൻ ആരാധിക്കുന്നവനാണെങ്കിൽ ചിലപ്പോൾ ഭാര്യ ആരാധിക്കാത്ത ആളായിരിക്കും. ഇല്ലെങ്കിൽ ഇനി അപ്പനും അമ്മയും ആരാധിക്കുന്നവരാണെങ്കിൽ മക്കൾ ഒരുപക്ഷെ ആ തലത്തിലേക്ക് വരാത്തവരായിരിക്കും. ഇനി മക്കൾ ആത്മീയരായിരിക്കും, ഒരുപക്ഷെ മാതാപിതാക്കൾ സ്തോത്രം അതിലേക്ക് വരുന്നില്ല എന്ന് വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു കോൺട്രഡിക്ഷൻ്റെ മുമ്പിലാണ്, അല്ലെങ്കിൽ കോൺട്രവേഴ്സിയുടെ മുമ്പിലാണ് നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നത്, ഇരിക്കുന്നത്. ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ഒരു ദൈവദാസൻ അല്ലെങ്കിൽ ഒരു വിശ്വാസിയായ സഹോദരൻ സ്തോത്രം, ഇല്ലെങ്കിൽ വിശ്വാസിയായ ഒരു സഹോദരി, അവർ പലപ്പോഴും പലരും നമ്മളൊക്കെ പലയിടത്ത് പ്രാർത്ഥിക്കാനും മീറ്റിങ്ങിനായിട്ടൊക്കെ പോകുന്ന സമയത്ത് പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്. ചില സഹോദരന്മാർ പറയും, പാസ്റ്റർ, എൻ്റെ ഭാര്യയെ മാനസാന്തരത്തിലേക്ക് വരാൻ അല്ലെങ്കിൽ ദൈവകൃപയിലേക്ക് വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ചില സഹോദരിമാർ പറയും, എൻ്റെ ഭർത്താവ് സ്തോത്രം ദൈവകൃപയിലേക്ക് വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ചില സ്തോത്ര മാതാപിതാക്കൾ വന്ന് പറയും, ഞങ്ങളുടെ മക്കൾ ദൈവകൃപയിലേക്ക് വരുവാൻ വേണ്ടി ഒരു അപൂർണതകൾ പലയിടത്തും ഉണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച്, ഇവർ രണ്ടുപേരും ദൈവകൃപയുള്ളവരായിരുന്നു. സ്തോത്രം അത് ആഗ്രഹിക്കുക മാത്രമല്ല, അങ്ങനെ നമ്മുടെ തലമുറകളിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കേണ്ടതിന് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ശ്രമിക്കുകയും കൂടെ ചെയ്താൽ അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഭാര്യ, ഭർത്താവ്, മക്കൾ, ഈ ഒരു 4-5 പേരടങ്ങുന്ന ഒരു കുടുംബം ഒരുമിച്ച് അവർ ആത്മാവിൽ ബലപ്പെട്ട് ദൈവകൃപയുള്ളവരായി പ്രാർത്ഥിക്കുന്നവരായി സ്തോത്രം ഹല്ലേലൂയ ദൈവവചനം വായിക്കുന്നവർ ഒരു ആത്മീക കുടുംബമായിട്ട് അവർ മാറിയാൽ അവരെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ല. അവരുടെ മുൻപിൽ വഴികൾ തുറക്കപ്പെടും, അവരുടെ മുമ്പിൽ അത്ഭുതങ്ങൾ നടക്കുവാനും. ഇവിടെ രണ്ടുപേരും നീതിയുള്ളവരായിരുന്നു, പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരു കുറവ് ദൈവം വെച്ചു. എലിസബത്ത് മച്ചിയായിരുന്നത് കൊണ്ട് സ്തോത്രം അവൾക്ക് മക്കളെ ലഭിച്ചിരുന്നില്ല. ഇവിടെയാണ് ദൈവത്തിൻ്റെ ദൂതൻ ഇടപെട്ടത്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, കാലങ്ങൾ വർഷങ്ങൾ നമ്മൾ ഒരുപക്ഷെ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കേണ്ടി വന്നെന്നിരിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്, ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ അത് നിൻ്റെ അടുക്കൽ വെളിപ്പെട്ട് വരുമെന്നുള്ളത് നിസ്സംശയം ഉറപ്പിച്ച് പറയുന്നൊരു കാര്യമാണ്. നമ്മുടെ സമയമല്ല, ദൈവത്തിൻ്റെ സമയം. പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാകും, ഉറപ്പാണ്. എസ്രായിയുടെ പുസ്തകം 8-ാം അധ്യായം 22-ാമത് വാക്യത്തിലേക്ക് വരുമ്പോൾ, അഹവാറ്റിൻ്റെ അരികെ ഉപവാസം പ്രസിദ്ധപ്പെടുത്തിയ എസ്രായും കൂട്ടരും ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഒരു ശുഭയാത്ര വരണമെന്ന് ആഗ്രഹിച്ച് അവർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന അനന്തരമായിട്ട് വഴിയിൽ അവർക്കെതിരെ വരാവുന്ന ശത്രുക്കൾ സ്തോത്രമല്ല പ്രതിസന്ധികൾ ഉണ്ടായിരിക്കെ രാജാവിനോട് കുതിരച്ച പടയാളികളെയും ചോദിപ്പാൻ ലജ്ജിച്ചിരുന്നു. കാര്യം എസ്രായ്ക്കറിയാം, ഞങ്ങൾ പ്രാർത്ഥിച്ചത് വെറുതെയല്ല, ഞങ്ങളുടെ ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്. ഞങ്ങളുടെ ദൈവം ആരാണ്? സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ്. ഏത് വിഷയം നീ പ്രാർത്ഥിച്ചാൽ ആ വിഷയത്തിനകത്ത് മറുപടി ദൈവം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടവരും. പ്രാർത്ഥനയോടെ ദൈവകൃപയോടെ കാത്തിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ പിതാവേ, ഈ സന്ദേശത്തിനാണ് സ്തോത്രം. അനേക പ്രാർത്ഥനാ വിഷയങ്ങളുമായിട്ട് ദൈവസന്നിധിക്കുന്ന അനേകർ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. കർത്താവ്, പ്രാർത്ഥനകൾക്ക് മറുപടിക്കായി കാത്തിരിക്കുന്നവരെ അവിടെ നിന്ന് സഹായിച്ച് ബലപ്പെടുത്തണമേ. പ്രാർത്ഥനകൾക്ക് ദൈവം ഒരു മറുപടി നൽകി സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. സമസ്തവും തൃക്കരങ്ങൾ തരുന്ന കൂടെ ഇരിക്കണം. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.